ഹായ് എവറിബഡി, SLC-ക്കാർക്കുള്ള വീഡിയോ ആണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഠാക്കുർ കാ കുആ എന്ന പാഠത്തിലെ ഗംഗിയുടെ ഡയറി പരിചയപ്പെടാം. പാനി ന മിൽനെ കെ കാരൺ ഗംഗി ദുഃഖി ഹെ, ഉസ് ദിൻ കി ഗംഗി കി ഡയറി ലിഖിയെ. ഗംഗി ഒരുപാട് ശ്രമിച്ചിട്ടും ഗംഗിക്ക് വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ ആ ദിവസത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ പോലെ ഗംഗി കി ഡയറി എന്ന ടോപ്പിക്ക് കൊടുക്കുക. അതിനുശേഷം താരീഖ്, ദിൻ എല്ലാം ഇട്ട ശേഷം आज मेरे जीवन का सबसे दुखी दिन था, इतना दुख मेरे जीवन में मुझे पहले कभी नहीं हुआ. അതായത് ഗംഗി ഈ ഡയറിയിൽ സങ്കടം വ്യക്തമാക്കുകയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു. ഇത്രയും സങ്കടം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഗംഗി ഇതിൽ എഴുതുന്നത് എന്നാണ് ഈ വാക്യങ്ങളുടെ അർത്ഥം. യഹ് ഘട്ടന മേരെ മൻ മേ ബാർ ബാർ ആ രഹി ഹെ. ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജോക്കു ബിമാർ ഹെ ഓർ ഉസേ പ്യാസ് ലഗി थी. ജോക്കു, ഗംഗിയുടെ ഭർത്താവ്, വയ്യാതിരിക്കുകയാണ്, ദാഹിക്കുകയാണ് ഭർത്താവിന് എന്നാണ് ഗംഗി ഇതിൽ എഴുതുന്നത്. കൽ തക് തോ ഗാവ് കെ ബാഹർ കെ കുവേ കാ പാനി അച്ഛാ താ, പതാ നഹി ആജ് കേസെ ബദ്ബുദാർ ഹോ ഗയാ. ഇന്നലെ വരെ ഗ്രാമത്തിൻ്റെ വെളിയിലുണ്ടായിരുന്ന കിണറിലെ വെള്ളം വളരെ നല്ലതായിരുന്നു, ഇന്ന് എന്താ പറ്റിയത് എന്നറിയില്ല, അത് വളരെ ദുർഗന്ധമുള്ളതായിരിക്കുന്നു എന്നാണ് ഗംഗി ആ ഒരു വാക്യത്തിൽ അർത്ഥമാക്കുന്നത്. ഇസ്ലിയെ മേനെ ഉസ് പാനി പീനെ സെ റോക്ക. അതുകൊണ്ട് തന്നെ ഞാൻ ജോക്കുവിന് വെള്ളം കുടിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഓർ നയാ പാനി ലേനെ കെ ലിയെ ഠാക്കൂർ കെ കുവേ പർ ഗൈ. പുതിയ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഠാക്കൂറിൻ്റെ കിണറിലേക്ക് പോയി എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. വഹാ പർ ദോ ഓർത്തെ പെഹലെ സെ പാനി ഭർ രഹി തി. അവിടെ മുൻപേ രണ്ട് സ്ത്രീകൾ വെള്ളം കോരുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്ലിയെ മേ ചുപ് കർ ബൈഠ് ഗൈ. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരുന്നു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. ഉൻകെ ജാനെ കെ ബാദ് കുവേ സെ പാനി ഭർ ഹി രഹി തി ജോ ഠാക്കൂർ കാ ദർവാസ അചാനക് ഖുൽ ഗയ. അതായത് ആ സ്ത്രീകൾ പോയ ശേഷം ഞാൻ വെള്ളം കോരുന്ന ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വാതിൽ തുറക്കുകയാണ് ചെയ്തത്. ഓർ മേ ഡർ കർ ഭാഗായി. ഞാൻ പേടിച്ച് തിരിച്ചു വന്നു എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. ഓർ ദേഖാ കി ജോക്കു വഹി ബദ്ബുദാർ പാനി കാ ലോട്ട മുഹ് സെ ലഗായെ പാനി പീ രഹാ ഥ. വീടെത്തുമ്പോൾ ഗംഗി കാണുന്നത് ജോക്കു അതേ ദുർഗന്ധമുള്ള വെള്ളത്തിൻ്റെ പാത്രം വായിൽ വെച്ചുകൊണ്ട് വെള്ളം കുടിക്കുന്നതായിട്ടാണ്. ഇസ് ദൃശ്യനെ മുझे तोड़ दिया, न जाने कब हमें समाज में सभी मनुष्यों को समान का दर्जा मिलेगा. ഈ ഒരു ദൃശ്യം കാണുന്നതോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്ത വിഷമം വന്നു എന്നാണ് ഗംഗി ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ന ജാനെ കബ് ഹമേ സമാജ് മേ, സൊസൈറ്റിയിൽ എപ്പോഴാണെന്ന് അറിയില്ല ഞങ്ങളെ ബാക്കിയുള്ള മനുഷ്യരുടെ അതേ തുല്യമാണ് ഞങ്ങൾ എന്ന ഒരു സ്റ്റാറ്റസ് ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല എന്നാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. ഷായദ് ഭഗവാൻ ഭി ഹമാരി യഹ് ദുർദശ നഹി ദേഖ് രഹാ. ഈശ്വരൻ പോലും ഞങ്ങളുടെ ഈ ദുരവസ്ഥ കാണുന്നില്ല എന്ന ആ വാക്യങ്ങളുടെ അർത്ഥം അതാണ് വരുന്നത്. അപ്പോൾ ഗംഗിയുടെ ഡയറി വരുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ആനുവൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഗംഗിയുടെ ചരിത്രചിത്രൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം. അതിൻ്റെ ആൻസർ ടൈറ്റിൽ കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് സാധാരണ സി ദിഖ്നെ വാലി മഹിള ഗംഗി അപ്നെ അന്തർ വിദ്രോഹ് കി ആവാസ് ദബാക്കർ രഖ്തി ഹെ. അതായത് വളരെ സിമ്പിളായിട്ട് കാണപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഗംഗി. പക്ഷെ അവരുടെ മനസ്സിൽ അവർ ഫേസ് ചെയ്യുന്ന ഇനീക്വാലിറ്റീസിന് എതിരെ ഫൈറ്റ് ചെയ്യണം എന്നൊരു മനസ്ഥിതിയുള്ള ഒരു സ്ത്രീയും കൂടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗരീബി മേ ലാച്ചാർ നിമ്ന വർഗ് ഹോനെ കെ കാരൺ കൈ സാമാജിക് കുരീതിയോ കാ ശിക്കാർ ഹെ. ഗരീബി മേ ലാച്ചാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദരിദ്രപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് ഗംഗിയുടെ. നിമ്നവർഗ്ഗമാണ്. നിമ്നവർഗ്ഗം എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സമൂഹത്തിൽ സൊസൈറ്റിയിലെ കുരീതികൾ, ദുരാചാരങ്ങളാണ് സമൂഹത്തിൽ എന്നാണ് അർത്ഥം. ദരിദ്രപൂർണ്ണമായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ജീവിതമായതുകൊണ്ട് തന്നെ സോഷ്യൽ ഈവൽസ് ഒരുപാട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. പതി ജോക്കു ബീമാർ ഥ ഓർ സ്വച്ഛ് പാനി കി പ്യാസ് മേ ജൂജ് രഹ ഥ. ഭർത്താവായ ജോക്കുവിന് വയ്യായിരുന്നു, അതുപോലെ തന്നെ അസുഖമായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ദാഹിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അത് കാരണം കൊണ്ട് ഉസ്കെ ലിയെ ഗംഗി പൂരെ സമാജ് സെ ലഡ്നാ ചാഹത്തി ഥി. ഭർത്താവിന് വേണ്ടിയിട്ട് സമൂഹത്തിനോട് തന്നെ ഫൈറ്റ് ചെയ്യാൻ ഗംഗി റെഡിയായിരുന്നു എന്നാണ് പറയുന്നത്. സഭി നിയമോ കോ തോഡ്കർ ഗംഗി രാത് കെ അന്ധേരെ മേ പാനി ഭർനെ കെ ലിയെ ഠാക്കൂർ കെ കുവേ पर पहुंची. विचारों में विद्रोह को बसाए हुए जगत पर आते हुए विजेता का अनुभव पाती है, पर पानी न मिलते ही गंगी को विवश भागना पड़ता है. അതായത് എല്ലാ നിയമങ്ങളെയും തെറ്റിച്ച് ഗംഗി രാത്രിക്ക് രാത്രി ഭർത്താവായ ജോക്കുവിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്ന ആ ടൈമിൽ ഠാക്കൂറിൻ്റെ കുവയിൽ എത്തുകയും അവിടെ ആ വെള്ളം മേലേക്ക് എത്തുന്തോറും ഗംഗി വിജയിച്ചതായിട്ട് ഗംഗിക്ക് ഒരു ഫീലിംഗ് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ആ വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ വിവശയായിട്ട് ഗംഗയ്ക്ക് തിരിച്ചു വരേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത്.
शांत स्वभाव वाली, विद्रोह मन की और पति के लिए ढेर सारा प्यार संभालने वाली महिला है गंगी. ശാന്ത സ്വഭാവവാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാമായിട്ടുള്ള ഒരു ടെമ്പറമെൻ്റ് ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. പക്ഷേ വിദ്രോഹമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫയർ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ തന്നെ പതി കെലിയെ ഢേർ സാരാ പ്യാർ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഗംഗി ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്